ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സാംസങ്ങിൻ്റെ F06 5G എന്ന മോഡൽ ഒരു സാംസങ്ങിൻ്റെ ഏറ്റവും വില കുറഞ്ഞ ഒരു 5G മോഡലാണ്, അതും 10K റേഞ്ചിൽ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 4GB 128GB ഇതിൻ്റെ പ്രൈസാണ് 10K, അതായത് 999 ആയിട്ടാണ് വരുന്നത്. ഹയർ വേരിയൻറ്റ് 6GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസ് 11499 ആയിട്ടാണ് വരുന്നത്. 1500 രൂപ അധികം കൊടുക്കണം ഒരു 6GB റാമിന് വേണ്ടിയിട്ട്. ബട്ട് ഓഫർ പ്രൈസ് ഉണ്ട്. ഓഫർ പ്രൈസിലാണെങ്കിൽ ബേസ് മോഡൽ 9500 രൂപക്കൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. ഫോൺ എങ്ങനെയുണ്ട്? സാംസങ്ങിൻ്റെ ഫോണാണ്. ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഷോക്കാണ് നോർമലി ഉണ്ടാവാറ്. ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈൻ രണ്ട് കളേഴ്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒരു ബ്ലൂ വരുന്നുണ്ട്, ഒരു വയലറ്റ് കളർ കൂടെ വരുന്നുണ്ട്. 191 ഗ്രാം വെയിറ്റും 8mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം ഒരു ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാം. ഒരു ആവറേജ് വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ, വലിയ ഹെവി വെയിറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഒരു കാണാൻ ഡിസൈൻ, ഒരു ക്യാമറ മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ ഒരു പഴയ ഒരു ഫോണിൻ്റെ ഒരു ഡിസൈനാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഒരു പുതിയ ഫോണിന് വരുന്ന ഡിസൈനാണെന്ന് ആരും കണ്ടാൽ പറയില്ല. ഒരു പഴയ ഒരു ഡിസൈൻ, ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ വരുന്നത്. ഒരു ശോകം പിടിച്ച ഡിസൈനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു പഴഞ്ചൻ ഡിസൈനാണ്. ഇപ്പോഴത്തൊക്കെ ഒരു ഫോണിൽ ഒരു 6500 രൂപയുടെ ഇൻഫിനിക്സിൻ്റെ ഫോൺ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഡിസൈനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും 7 അയലത്തോലും എത്തത്തില്ല. അപ്പോൾ ഒരു 10K റേഞ്ചിലെ ഫോണിൻ്റെ ഡിസൈൻ ഒന്നും നല്ലൊരു ഡിസൈൻ അല്ല ഈ ഒരു ഫോണിന് വരുന്നത്, അത് ഇപ്പോഴേ പറയാം. പിന്നെ ഇതിൻ്റെ സൈഡ് മൗണ്ടുമായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ടാണ് വരുന്നത്. സോ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന HD+ LCD ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. നോർമൽ 60 Hz റിഫ്രഷ് റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. 90 Hz 120 Hz അങ്ങനെ ഒന്നും വരുന്നില്ല. നോർമൽ ഈ പ്രൈസ് റേഞ്ചിൽ 120 Hz ഡിസ്പ്ലേ ഒക്കെ വരാറുണ്ട്. ഫുൾ HD അടക്കം മോട്ടറോള ഫോൺസിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊരു ആവറേജ് ഡിസ്പ്ലേ മാത്രമാണ് വരുന്നത്. അതും നോച്ചിലാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേ വൈസ് ഷോകെന്ന് പറയാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു സാധാരണ ഡിസ്പ്ലേ, സാധാരണ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ്. ബട്ട് ഹൈ റിഫ്രഷ് റേറ്റോ കാര്യങ്ങൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. 800 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഡിസ്പ്ലേ വൈസ് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു നോർമൽ ഡിസ്പ്ലേ, അത്രയേ ഉള്ളൂ. ഡിസ്പ്ലേ പറ്റി വേറെ ഒന്നും പറയാനില്ല. നോർമലി സാധാരണ ഒരു ഫോണിന് ഒരു എൻട്രി ലെവലിലൊക്കെ ഫോണിൽ കാണുന്ന ആ ഒരു ക്വാളിറ്റിയിലെ ഡിസ്പ്ലേ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. എൻട്രി ലെവലിൽ ഫോണിലടക്കം ഇപ്പോൾ 90 Hz ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് അതുപോലും വരുന്നില്ല. പക്ഷേ ഇതൊരു 5G ഫോൺ കൂടിയാണ്. സാംസങ് എന്ന ബ്രാൻഡിൻ്റെ 5G ഫോൺ കൂടി എന്നൊരു സംഭവം മാത്രമേ പറയാനുള്ളൂ. ദെൻ ഇതിൻ്റെ ക്യാമറയാണ്. റിയർ ക്യാമറ ഒരു 50 MBയുടെ ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്. ആവശ്യമില്ലാത്തൊരു സെൻസറാണ്. സെൽഫി ക്യാമറ ആണെങ്കിൽ 8 MBയുടെ സെൽഫി ക്യാമറയും ഫ്രണ്ട് നോച്ചിൽ കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറയിൽ 1080pയിലൊക്കെ തന്നെ വീഡിയോസ് ഒക്കെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറ വൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നോർമൽ ക്യാമറ മാത്രമേ ഉള്ളൂ. ഗംഭീര ക്യാമറ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മോട്ടോള ഫോൺസിൽ ഇവിടെ അൾട്രാവൈഡ് ഒക്കെ തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. എന്നാലും ഒരു ഡീസൻറ്റ് ക്യാമറ സെറ്റപ്പ് ഇതിന് വരുന്നുണ്ട്. വലിയൊരു മോശമൊന്നും ക്യാമറയെ പറ്റി പറയാനില്ല. ദെൻ പെർഫോമൻസ് ഇതിൽ വരുന്നത് മിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 6300 എന്ന ചിപ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് സ്കോർ ഒക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 4,10,000 ആ റേഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോശം ചിപ്സെറ്റിലെ ഫോണല്ല. നോർമലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ IQ Z9 ലൈറ്റും അങ്ങനെ ചില മോഡലൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ ഇതേ സെയിം ചിപ്സെറ്റ് തന്നെ ആയിട്ടാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ ഒരു സാംസങ് ഫോണിലും വരുന്നുണ്ട്. പെർഫോമൻസ് വൈസ് അങ്ങനെ മോശം പറയാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പീക്ക് ലെവൽ നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ ഇതല്ല. ഒരു നോർമൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ്, മോശമല്ല, ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. പിന്നീട് 4+4 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ഈ ഒരു ഫോണിൽ കിട്ടും. നോർമലി വേറെ ഏതൊരു ഫോണിൽ ഇങ്ങനെ കിട്ടാറില്ല. സാംസങ് മാത്രമേ ഈ ഒരു ബഡ്ജറ്റ് ലെവലിലൊക്കെ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. നല്ല കാര്യം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇനി ഗ്രീൻ ലൈനിലോ മദർ ബോർഡൊക്കെ അടിച്ച് പോയി കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ അപ്ഡേറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ പെർഫോമൻസ് വൈസ് കൊള്ളാം. ഏകദേശം ഒരു 12 5G ബാൻഡോളം ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 5000 mAh ബാറ്ററിയും 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. ബോക്സിനകത്ത് ചാർജറോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. ഒരു Type-C ചാർജിങ് കേബിൾ മാത്രമേ കിട്ടുള്ളൂ. ചാർജർ എക്സ്ട്രാ ഒരു 1500-1000 രൂപ കൊടുത്തിട്ട് ഒരു ചാർജർ വാങ്ങേണ്ടി വരും. 10,000 രൂപയ്ക്ക് ഫോണും കിട്ടുന്നുണ്ട്, ചാർജറും എക്സ്ട്രാ വാങ്ങേണ്ടി വരും. ഓവറോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്, ഒരു 10K റേഞ്ചിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാംസങ്ങിൻ്റെ ഫോൺ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലത് വാങ്ങണമെങ്കിൽ ഒരു 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെന്നുണ്ടെങ്കിൽ ഇത് പോയിട്ട് വാങ്ങാൻ വേറെ ഫോണില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. ഭയങ്കര മോശം സ്പെക്കും കാര്യങ്ങളൊന്നും അല്ല. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഫോണാണ്.
ഡിസ്പ്ലേ ഒക്കെ തന്നെ ഒരു ഡീസൻറ്റ് അങ്ങനെ പറയാനുള്ളൂ. ഡിസൈൻ ഒരു ആവറേജ് ഡിസൈനാണ്. ക്യാമറ നല്ല ക്യാമറ, ഈ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ക്യാമറ വരാറുള്ളൂ. പിന്നീട് പെർഫോമൻസ് നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ബാറ്ററി വരുന്നത്. ചാർജർ ബോക്സിനകത്തില്ല, അത് ഓൾറെഡി ഓർത്ത് വെക്കുക. ചാർജറില്ല, ചാർജർ വാങ്ങേണ്ടി വരും. ഓൾറെഡി ഉണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, ഇല്ലാത്തവർ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. കാരണം ഇതിൻ്റെ ചാർജിങ് കേബിൾ 2 സൈഡും ടൈപ്പ് സി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡ് മറ്റേ ടൈപ്പ് എ ആവാനുള്ള ചാൻസ് ഇല്ല, ടൈപ്പ് സി ആയിരിക്കും. അപ്പം ചാർജർ അത് തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതായത് കുഴപ്പമൊന്നും ഫോണിനെ പറ്റി പറയാനില്ല, ഓക്കെയാണ്. നിങ്ങൾക്ക് സാംസങ് എന്ന ബ്രാൻഡ് ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പോയിട്ട് വാങ്ങിച്ചോണ്ട് വലിയ കുഴപ്പമില്ല. അല്ലാത്ത രീതിയിൽ വേറെ ഒരുപാട് ഫോൺസ് ഉണ്ട്, അതിലേക്ക് പോയാൽ മതി, ഇതിലേക്ക് വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.